നമസ്കാരം, ഞാൻ നിങ്ങളുടെ രോഹിത്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം KSRTCയിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമുള്ള സൗജന്യ യാത്ര എന്ന വിഷയമാണ്. ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരെ ഈ സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെന്നതാണ്. അവരാണ് ഈ പദ്ധതിയിലെ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ. അത് ഒരു തരത്തിലൊരു മികച്ച തീരുമാനം തന്നെ ആയിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമൊന്നുമല്ല കേരളം. സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിലെ പുരുഷന്മാരോട് ലിംഗവിവേചനം കാണിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു കാൽവയ്പ് എന്ന് തന്നെ പറയാം. ഒറ്റ നോട്ടത്തിൽ സ്ത്രീകളുടെ ഉന്നമനം, പൊതു ഇടങ്ങളിലെ പങ്കാളിത്തം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവയാണ് ഈ പദ്ധതികൾ ലക്ഷ്യം വെക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിനൊരു മറുമുഖമുണ്ട്. അതായത് സ്ത്രീകളെല്ലാവരും അബലകളാണെന്നും അവരെ പരിഗണന അറിയിക്കുന്നുവെന്നും എന്നും സൗജന്യം ആഗ്രഹിക്കുന്നവരാണെന്നും ഈ പദ്ധതികൾ പറയാതെ പറയുന്നുണ്ട്. ശരിയല്ലേ? അതുവഴി സാമ്പത്തികമായും സാമൂഹികമായും സ്വയം പര്യാപ്തരായ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ശരിയല്ലേ? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിലെ സ്ത്രീകൾ വളരെയേറെ മുന്നിലാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണേലും സാമൂഹികമാണേലും എന്തോ ആണേലും ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു മിനിമം വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുള്ള സ്ത്രീകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു കൂലിവേല ചെയ്തിട്ടാണെങ്കിൽ പോലും. ശരിയല്ലേ? പക്ഷേ വരുമാനമില്ലാത്ത, അങ്ങനെ ഒരു ദിവസ വരുമാനം കിട്ടാത്ത, സ്ഥിര വരുമാനം ഇല്ലാത്ത സ്ത്രീകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സൗജന്യ യാത്രാ പദ്ധതി എന്നത് ലിംഗവിവേചനം മാത്രമല്ല കാണിക്കുന്നത്, മറിച്ച് അനർഹരായ ആളുകളിലേക്ക് കൂടി ഈ പദ്ധതിയുടെ ഗുണം എത്തിക്കുകയാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ സ്വയം പര്യാപ്തമല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ കാര്യമാണല്ലോ പറയുന്നത്, അപ്പോൾ സ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പം വരുമാനമൊന്നും ഇല്ലാത്തൊരു സ്ത്രീയും മാസം നല്ലൊരു തുക, ഒരു 5 6 ശമ്പളം മേടിക്കുന്ന സ്ത്രീയും ഒരേ പദ്ധതിയുടെ കീഴിൽ വരികയാണ്, ഈ സൗജന്യ യാത്രാ പദ്ധതി. എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമന്യേ എന്നാണല്ലോ സൗജന്യ യാത്രയിൽ പറഞ്ഞത്. അപ്പോൾ ഒരേ വിഭാഗത്തിൽ തന്നെ പെട്ട രണ്ടാളുകൾക്ക്, ഒരാൾ അർഹര് ഒരാൾ അനർഹര്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അവർക്ക് സൗജന്യം അല്ലെങ്കിൽ പോലും കാശ് കൊടുത്താണേലും ബസ്സിൽ യാത്ര ചെയ്യാം, എന്നാൽ കാശ് കൊടുത്താൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള സ്ത്രീകളും ഉണ്ട്. നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥിതിയിലെ ആർട്ടിക്കിൾ 15(3) പ്രകാരമാണ് ഇത്തരം ഒരു സൗജന്യം വിഭാവനം ചെയ്യുന്നത്. ഇതേ വകുപ്പിലാണ് വിവേചനം പാടില്ല എന്ന് ചർച്ച ചെയ്യുന്നത്. 1947 ഇന്ത്യയോ കേരളമോ അല്ല 2026 കേരളവും ഇന്ത്യയും, പ്രത്യേകിച്ച് കേരളം. അന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടല്ല ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സാമൂഹിക ചുറ്റുപാട്. ഒരുപക്ഷെ പുരുഷന്മാരെക്കാട്ടി കൂടുതൽ സ്ത്രീകൾ നല്ലൊരു മേഖലയിൽ അല്ലെങ്കിൽ ഒരുപാട് വലിയ മേഖലകളിലേക്ക് എത്തുന്നൊരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റിൻ്റെ പണം ഒഴിവാക്കി യാത്ര സൗജന്യമായിട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സൗജന്യം പറ്റുന്ന ആൾ അർഹതയുള്ള ആളാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ശരിയല്ലേ? ആ അർഹത എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, അത് സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാര്യം പൈസ കൊടുക്കണ്ടല്ലോ, ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് പൈസ കൊടുക്കണ്ട. അപ്പം പൈസ കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് അല്ലേ കൂടുതൽ ഈ പദ്ധതികൾ മുന്നോട്ട് വരേണ്ടത്. അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകളല്ലേ, അവരെയല്ലേ നമ്മൾ ഗവൺമെൻറ് ആണെങ്കിലും സഹായിക്കേണ്ടത്. പൈസ ഉള്ളവരെ സഹായിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇതിൽ APL റേഷൻ കാർഡും BPL റേഷൻ കാർഡും എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. APLകാരൻ, അതായത് APL ആവറേജ് പോവർട്ടി ലൈനിൽ പുറത്ത് നിൽക്കുന്ന ആൾ ഞാൻ ദാരിദ്ര്യത്തിന് താഴെയാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് BPL കാർഡ് വെച്ചിട്ട് അവൻ്റെ മറ്റൊരാളുടെ അർഹത തട്ടിയെടുക്കുന്ന എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ പ്രധാന വിഷയം പണമാണ്. ഇവിടെ പണമുള്ളതിൻ്റെ പേരിൽ ഒരു സ്ത്രീയും ഇവിടെ അടിമത്തം അനുഭവിക്കുന്നില്ല, സാമൂഹിക ഉൾവലിവ് അനുഭവിക്കുന്നില്ല. ശരിയല്ലേ? അപ്പോൾ പണമില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു സ്ഥിര വരുമാനമില്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ
അവരെ സൗജന്യമായിട്ട് തന്നെ KSRTCയിൽ ഏതൊരു ബസ്സിലും എങ്ങോട്ടും യാത്ര ചെയ്യണം, സൗജന്യമായിട്ട് തന്നെ. അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതിൽ ലിംഗവിവേചനം പാടില്ല ഒരിക്കലും. ഒരു 10 രൂപ മുടക്കിയിട്ട് മിനിമം ചാർജെങ്കിലും ബസ് കാശ് കൊടുക്കാൻ കഴിയാത്ത വിധം ദാരിദ്ര്യം അനുഭവിക്കുന്ന, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഏതൊരാൾക്കും അതിൽ ലിംഗവിവേചനം ഇല്ലാതെ ആണോ പെണ്ണോ സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ കൊച്ചു പിള്ളേരോ ആരെങ്കിലും ആയിക്കോട്ടെ, ആരും അങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കണം. അതാണ് ശരി. അല്ലാതെ ഒരു വിഭാഗത്തിലേക്ക് മാത്രം ഒരു സൗജന്യം നമ്മൾ എത്തിക്കരുത്, ഒരു വിഭാഗത്തിലേക്ക് മാത്രം. അതൊരു തരത്തിലെ വിവേചനമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കുന്ന വിവേചനമല്ല നമ്മൾ കയറ്റിവിട്ട ഭരണകൂടം നമ്മളോട് കാണിക്കുന്ന വിവേചനം. ശരിയല്ലേ? അതുവഴി അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രം സാമൂഹ്യമായും സാമ്പത്തികമായിട്ട് മുന്നേറാനുള്ള ഒരു വഴിയൊരുക്കണം. ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ഒരു തരത്തിലും ലിംഗവിവേചനം കാണിക്കരുത്. ലിംഗവിവേചനം ഈ സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അനുയോജ്യമായ ഒന്നല്ല. നിലവിൽ KSRTC സ്മാർട്ട് കാർഡ് എന്നൊരു പദ്ധതിയുണ്ട്. ചലോ ബസ് കാർഡെന്നോ മറ്റോ ആണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കാർഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പൈസ കൊടുക്കാതെ ആ കാർഡിൽ റീചാർജ് ചെയ്ത് നമുക്ക് പൈസ അതിനകത്ത് ഇടാം. അപ്പോൾ ആ തുക ഉപയോഗിച്ചുകൊണ്ട് KSRTCയിൽ ഏത് ബസ്സിലായാലും നമുക്ക് യാത്ര ചെയ്യാനും പറ്റും. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കേരളത്തിലെ സ്ഥിര താമസക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു വാർഡ് തലത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതിദരിദ്രരിൽ അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം സാമ്പത്തിക ഭദ്രത കുറവുള്ള ആളുകളെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഉൾപ്പെടുത്തുക. ശേഷം അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇത്തരം ഒരു സ്മാർട്ട് കാർഡ് തയ്യാറാക്കി അവർക്ക് കൊണ്ടു കൊടുക്കുക. അപ്പം ആ ഒരു കാർഡുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ അത്ര ഒരു കാർഡിൻ്റെ ബലത്തിൽ അവർ യാത്ര ചെയ്തോട്ടെ. ശരിയല്ലേ? KSRTC സ്മാർട്ട് കാർഡ്, ഒരു പ്രിവിലേജ് കാർഡ്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അത്ര ഒരു പ്രിവിലേജ് കാർഡ് ഇറക്കി അവർക്ക് കൊടുക്കണം. പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഒരു കാരണവശാലും ഒരു ഭരണകൂടം നിങ്ങളെ അധികാരത്തിൽ കയറ്റിയിരുത്തിയ ജനങ്ങളോട് ഒരു തരത്തിലും വിവേചനങ്ങൾ കാണിക്കാതിരിക്കുക. അപ്പം എനിക്ക് പറയാനുണ്ടായിരുന്ന ഇത്രയാണ്. ഈ നിലപാട് ശരിയെന്ന് തോന്നിയവർ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ശ്രമിക്കാം. താങ്ക് യു.